അപ്പൊ ഇന്ന് തൊപ്പിക്കാരൻ ഒരു കടയ്ക്കുള്ളിൽ നിൽക്കുകയാണ് കേട്ടോ. ദോശക്ക് എത്ര രൂപയാണ്? 8 രൂപ. ഇനി നാളെ മുതൽ 10 ആക്കുക. നാളെ മുതൽ 10 ഞാൻ വന്നോണ്ടാണോ 10 പിന്നെ സാധനങ്ങൾക്കൊക്കെ വില കൂടിയില്ലേ? ചേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഞങ്ങളെ ഒന്നും വിട്ടുകളയരുത്, വീഡിയോയിൽ ഉൾപ്പെടുത്തണം. ചേട്ടന്റെ പേരെന്തുവാ? ശ്രീകുമാർ ഏട്ടൻ. അപ്പൊ ശ്രീകുമാർ ഏട്ടൻ ഹെൽപ്പറായിട്ട് വന്ന് നിൽക്കും കേട്ടോ വൈകുന്നേരം. അപ്പൊ ശ്രീകുമാർ ഏട്ടനെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോക്കകത്തെ. പരാതി പറയരുത്. ഇന്ന് തൊപ്പിക്കാരൻ ഒരു കടയ്ക്കുള്ളിൽ നിൽക്കുകയാണ് കേട്ടോ. സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ പുതുപ്പള്ളി. അമ്മ ഈ കറക്റ്റ് സ്ഥലത്തിന്റെ പേരെന്തുവാ? കൊച്ചുമുറി തന്നെ. കൊച്ചുമുറി എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി കൊച്ചുമുറിയിൽ കേട്ടോ. വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു കടയാണ്. ഇത് കണ്ടില്ലേ, 2 ചട്ടി വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഓംലെറ്റ്, ദോശ, അതുപോലെ സ്പെഷ്യലായിട്ട് ചിക്കൻ കറി ഉണ്ടാവും, ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാവും. നാട്ടുംപുറത്ത് നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അമ്മയുടെ കടയുടെ രുചിക്കാഴ്ചകളാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പോയേക്കാം വീഡിയോയിലേക്ക്. നമ്മൾ കാര്യമായിട്ട് നടത്തിട്ട് ഓംലെറ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം തുറക്കുന്ന കടയല്ലേ? എത്ര മണിക്ക് തുറക്കും? 6 മണി. 6 മണിയൊക്കെ തുറക്കും. ഈ 2 ചെറിയ കല്ലിലുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ദോശയുടെ. ആ, വലിയ കല്ല് എടുത്തു വെക്കാൻ പറ്റത്തില്ലേ? വലിയ കല്ലിന് വലിയ ഈ അടുപ്പാലാകുമ്പോ ഇതേ നമുക്ക് എളുപ്പം ഇതാ. എന്താ പെട്ടെന്ന് തീ കിട്ടും തോന്നല്ലേ? അമ്മ എന്തൊക്കെയാ നമ്മുടെ ഇവിടെ ഐറ്റംസ് എന്തൊക്കെയാ വൈകുന്നേരം? ചിക്കൻ കൊണ്ടാട്ടം, ഉണ്ടാക്കുന്ന ചപ്പാത്തി. നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാ? വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി. വീട്ടിലുണ്ടാക്കി കൊണ്ടിരുത്തുള്ളൂ, അല്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചപ്പാത്തി ഒന്നും ഇല്ല. പരവ ചപ്പാത്തി അല്ല, വീട്ടിലുണ്ടാക്കുന്ന ആശീർവാദിന്റെ ചപ്പാത്തിയാ, അതിന്റെ പൊടിയുടെ ചപ്പാത്തിയാ. കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സാമ്പാർ, ചമ്മന്തി, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ കറിയുണ്ട്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 2, 2.5, 3 വർഷമായി. 3 വർഷമായി. നാട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു കടയാണല്ലേ? സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ നിന്ന് മാവും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആയിക്കൊണ്ട് വരും, എല്ലാം അരച്ചോണ്ട് വരും. എത്ര മണി വരെ തുറക്കും? 6 മണിയാകുമ്പോ തുറക്കും. 6 മണിയാകുമ്പോ തുറക്കും. എത്ര മണിക്ക് അടയ്ക്കും? 10 മണി. 10 മണിക്ക്. 10:30 ആവും. ഇപ്പൊ അമ്മ ചുട്ടോണ്ടിരിക്കുക, കരിഞ്ഞു പോരുന്നത് ഇവിടെ. എന്നോട് കാര്യം പറഞ്ഞത് അത് കരിയത്തില്ല. ആവി പറക്കും ദോശക്ക് എത്ര രൂപയാണ്? 8 രൂപ. ഇനി നാളെ മുതൽ 10 ആക്കുക. നാളെ മുതൽ 10 ഞാൻ വന്നോണ്ടാണോ 10 പിന്നെ സാധനങ്ങൾക്കൊക്കെ വില കൂടിയില്ലേ? നമ്മുടെ ഒരു ബന്ധു സഹായിക്കാൻ വേണ്ടി വന്നിരിക്കും. ഓക്കെ, സന്തോഷം. ചൂട് സാമ്പാറും ദോശ, ചമ്മന്തി. കൊണ്ടാട്ടേ ഞാൻ വന്നപ്പോഴത്തേക്കും കൊണ്ടാട്ടം ഒക്കെ തീർന്നു പോയി. അപ്പൊ ഇതിനകത്ത് ഇരുന്ന് കുറച്ച് തന്നെയാ കൊള്ളാകുമ്പോ. ചൂട് ദോശയും സാമ്പാറും ചമ്മന്തിയും വൈകുന്നേരം ഈ സമയത്താകുമ്പോൾ ഇവിടെ ഉണ്ടാകും കേട്ടോ. സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറയുമ്പോൾ കൊണ്ടാട്ടം സ്പെഷ്യലാണ് കേട്ടോ. നേരത്തെ തീർന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു ഓംലെറ്റ് ഞാൻ കഴിച്ചു. അതിനുശേഷം ദോശയും നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. അപ്പൊ ഈ സ്പെഷ്യലായിട്ട് വാങ്ങിക്കുന്നതായിരിക്കുമല്ലേ ചിക്കൻ കറിയൊക്കെ ആൾക്കാർ? ദോശയുടെ കൂടെ വാങ്ങിക്കുന്നതായിരിക്കത്തില്ല അല്ലേ? സെപ്പറേറ്റ് വാങ്ങിക്കും. ചപ്പാത്തി ഉണ്ട് കേട്ടോ, ആശീർവാദിന്റെ പൊടിയൊക്കെ വെച്ചിട്ടാണെന്ന് അമ്മ അവകാശപ്പെടുന്ന ചപ്പാത്തി ഉണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ്. ചപ്പാത്തി, ദോശ ഉഗ്രം ദോശയാണ്, ചൂട് ദോശ കേട്ടോ. അതിന് പറ്റിയ സാമ്പാർ. സ്ഥലം മറന്നുകൊണ്ട. സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ പുതുപ്പള്ളി. ചേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഞങ്ങളെ ഒന്നും വിട്ടുകളയരുത്, വീഡിയോയിൽ ഉൾപ്പെടുത്തണം. ചേട്ടന്റെ പേരെന്തുവാ? ശ്രീകുമാർ ഏട്ടൻ. അപ്പൊ ശ്രീകുമാർ ഏട്ടൻ ഹെൽപ്പറായിട്ട് വന്ന് നിൽക്കും കേട്ടോ വൈകുന്നേരം. അപ്പൊ ശ്രീകുമാർ ഏട്ടനെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോക്കകത്തെ. പരാതി പറയരുത്. അപ്പൊ അമ്മ ഇപ്പോഴും ഇവിടെ ദോശ ചുട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ കല്ലല്ല, ചെറിയ കല്ലിലാണ് ദോശ ചുട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് കാര്യമായിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് കേട്ടോ. ദോശ കഴിഞ്ഞ് ഓംലെറ്റ് കഴിഞ്ഞ് അതിനുശേഷം ചപ്പാത്തിയും കോഴിക്കറി. അമ്മ അവകാശപ്പെടുന്ന ആശീർവാദിന്റെ പൊടിയൊക്കെ വെച്ചുണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കേട്ടോ. ഉഗ്രം ചിക്കൻ കറി. മൈക്കിരിപ്പണു ഇച്ചിരി ഉറക്കം പറയാൻ ചേട്ടൻ പറയുന്ന കേട്ടോ. നല്ല ചിക്കൻ കറിയാണ് കേട്ടോ. ചപ്പാത്തി സൂപ്പറാണേ. ഞാൻ വന്ന സമയത്ത് കൊണ്ടാട്ടം ഒക്കെ തീർന്നു പോയി. അപ്പൊ കൊണ്ടാട്ടവും കാണും വൈകുന്നേരം. ചാറ് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, പീസും തന്നു 2 സ്നേഹമുള്ള അമ്മയാണ് കേട്ടോ. സന്തോഷം. അപ്പോൾ സ്ഥലം ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം നിങ്ങൾക്കറിയാം, തോപ്പിൽ സ്കൂള്, പുതുപ്പള്ളി, ആലപ്പുഴ ജില്ല.
ഞാൻ മിക്കവാറും വീഡിയോയിൽ സ്ഥലം പറയുന്നില്ലെന്ന് പറയുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് 3 വട്ടം സ്ഥലം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ പ്രവർത്തിക്കും അല്ലേ? പുതുപ്പള്ളി ദേവികുളങ്ങര എന്ന് പ്രത്യേകം ചേട്ടൻ അപ്പുറത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടനെ കൂടെ ഒന്ന് കാണിച്ചോ, ഷൂട്ട് കാണിച്ചോ. ചേട്ടൻ വഴി കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ, ക്ഷേത്രത്തിന് കിഴക്കുവശം ദേവികുളങ്ങര പുതുപ്പള്ളി കായംകുളം ഓച്ചർ റോഡ്. ഇത് ക്ലിയർ ആയിട്ട് ഇനി പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ ചേട്ടനൊക്കെ ആ വീഡിയോയിൽ ഉള്ളായിരുന്നു. അന്ന് അമ്മയുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സന്തോഷം. ശശി ചേട്ടൻ, ശശി ചേട്ടൻ ഒരു ലൈക്കും കമന്റും കൊടുത്തേക്കണേ നമ്മുടെ വീഡിയോ കാണുന്നവര്, ഈ ലൊക്കാലിറ്റിയിലുള്ളവര്. ശശി ചേട്ടനെ പരിചയമുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. മറ്റൊരു ശശി ചേട്ടൻ അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം.